രാജ്യം കണ്ട വിമാന ദുരന്തങ്ങളിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് തന്നെ പറയാം നമ്മുടെ അഹമ്മദാബാദിലെ വിമാന ദുരന്തം. അതിലുണ്ടായിരുന്ന 241 യാത്രക്കാരും മരണപ്പെടുകയും ഒരാൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട വിവരമെല്ലാം നമ്മൾ കണ്ടതാണല്ലോ. ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ടുള്ള അതായത് ഈ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യത എന്താണ് എന്നുള്ള കുറേയേറെ ഊഹാപോഹങ്ങൾ തന്നെയായിരുന്നു നമുക്ക് ചുറ്റുമുണ്ടായിരുന്നത്. ഇപ്പോഴിതാ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് കാരണം കമ്പ്യൂട്ടർ തകരാറായതാണോ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതായത് US ഗതാഗത വകുപ്പിലെ മുൻ ഇൻസ്പെക്ടർ ജനറലാണ് ഈ ഒരു അപകടത്തിൽ ഒരു പുതിയ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ബോയിങ് 787 ഡ്രീം ലൈനറിന്റെ എഞ്ചിനുകൾ പിന്നോട്ട് പോകാൻ കാരണമായത് കമ്പ്യൂട്ടർ പിശകാണെന്നാണ് മേരി ഷിയാവോ അഭിപ്രായപ്പെട്ടത്. പറന്നുയർന്ന ഉടൻ തന്നെ ട്രസ്റ്റ് നഷ്ടപ്പെടുന്നതിന് ഇത് കാരണമാകുന്നതും അവർ പറഞ്ഞു. ഈ അപകടം ഒരു കമ്പ്യൂട്ടർ പ്രശ്നമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിമാനം വായുവിലാണോ അതോ നിലത്താണോ എന്നറിയാൻ എഞ്ചിൻ കമ്പ്യൂട്ടർ കോഡിനെ ആശ്രയിക്കുന്ന സംവിധാനമുണ്ട്. ഇതിൽ 787 ഘടകങ്ങളുമുണ്ട്. ഈ കോഡുകളിലെ തകരാറിലേക്കാണ് അവർ വിരൽ ചൂണ്ടുന്നത്. കമ്പ്യൂട്ടറോ കോഡോ തകരാറിലായാൽ എഞ്ചിനുകൾ പിന്നിലേക്ക് സ്പൂൾ ചെയ്യുകയും പറക്കലാണെങ്കിൽ പോലും ത്രസ്റ്റ് കുറയുകയും ചെയ്യും. നിരവധി വ്യോമ ദുരന്തങ്ങളുടെ വിശകലനം ചെയ്ത ഷിയാവോ ദി മീറ്റിനോടാണ് ഇക്കാര്യം പറഞ്ഞത്. 2019 ഒരു ജപ്പാന്റെ എയർ നിപ്പോൺ എയർവേസ് 787 വിമാനത്തിലാണ് ഇത് സംഭവിച്ചത്. ലാൻഡിംഗിൽ ഇരട്ട എഞ്ചിൻ തകരാറുണ്ടായി. ഇതാകാം എയർ ഇന്ത്യ വിമാനത്തിൽ സംഭവിച്ചതെന്നാണ് അവർ സംശയം ഉയർത്തുന്നത്. ഇതിനോടൊപ്പം കാര്യമായിട്ടുള്ള വൈദ്യുതി ഇല്ലെങ്കിൽ ഹൈഡ്രോളിക് തകരാർ കാരണം വിമാനത്തിന് ഇരട്ട എഞ്ചിൻ തകരാറുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് മറ്റൊരു തിയറിയും പറയുന്നത്. വ്യോമയാന ദുരന്തങ്ങളുടെ ക്ലോസ് കോളുകളുടെയും വിശകലനം നടത്തുന്ന എയർലൈൻ പൈലറ്റായ സ്റ്റീവ് ഷ്രൈബറിന്റേതാണ് ഈ ഒരു വിശകലനം. വൈദ്യുത ഊർജ്ജമോ ഹൈഡ്രോളിക് മർദ്ദമോ വലിയ തോതിൽ നഷ്ടപ്പെടാൻ ബാക്കപ്പ് ജനറേറ്ററായി പ്രവർത്തിക്കേണ്ട ചെറിയ പ്രൊപ്പല്ലർ തകരാറുണ്ടായി എന്നുള്ള വിലയിരുത്തലുണ്ട്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക ബ്രിട്ടീഷ് പൗരനായ 40-കാരനായ വിശ്വാസ് രമേശ് ദുരന്തത്തിന് തൊട്ടു മുൻപ് വിമാനത്തിലെ ലൈറ്റുകൾ മിന്നിമറയാൻ തുടങ്ങിയെന്ന് പറയുന്നു. ഇതാണ് ഇത്തരത്തിലുള്ള ഒരു സംശയത്തിന് കാരണം. പാസഞ്ചർ ജെറ്റിന്റെ കോക്പിറ്റ് വോയിസ് റെക്കോർഡറും ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും എന്തായാലും കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും യഥാർത്ഥ കാരണം പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇതിലെ വിശദമായിട്ടുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. വിമാനം അമേരിക്കൻ നിർമ്മിതി ആയതുകൊണ്ട് തന്നെ US നാഷണൽ ട്രാൻസ്പോർട്ടേഷന്റെ സേഫ്റ്റി ബോർഡ് അന്താരാഷ്ട്ര പ്രോട്ടോകോളുകൾ പ്രകാരം സമാന്തര അന്വേഷണം നടത്തുന്നുണ്ട്. ജൂൺ 12-നായിരുന്നു അഹമ്മദാബാദിലെ ഏവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു വിമാന ദുരന്തമുണ്ടായത്. വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനം തകർന്നു വീണതിനെ തുടർന്ന് ആകാശയാത്രയെ ചൊല്ലിയുള്ള ആശങ്കകളും അവസാനിക്കുന്നില്ല. ലണ്ടനിലേക്ക് പറന്നുയർന്ന ഈ ഒരു വിമാനം തകർന്ന വിമാന ദുരന്തം ലോകത്തെ ഇപ്പോഴും നടുക്കിയിരിക്കുക തന്നെയാണ്. ഈ ഒരു വിമാന ദുരന്തത്തിന് പിന്നാലെ ദിവസങ്ങൾക്ക് ശേഷം ഹോങ്കോങ്ങിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കുള്ള 787 ഡ്രീം ലൈനർ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് താഴെ ഇറക്കേണ്ടി വന്നിരുന്നു. അഹമ്മദാബാദ് വിമാന ദുരന്തവും തുടർന്നുള്ള സംഭവങ്ങളും 787 ഡ്രീം ലൈനർ വിമാനത്തിന്റെ സുരക്ഷയെ ചൊല്ലിയുള്ള ആശങ്കകൾ ഉയരുന്നുണ്ട്. ലോകമാകെ 1148 ബോയിങ് 787 വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. ഈ വിമാനങ്ങൾക്ക് സുരക്ഷാ പിഴവുണ്ടെന്ന് തെളിഞ്ഞാൽ പല മുൻനിര എയർലൈനുകളുടെയും പ്രവർത്തനം താറുമാറാകും. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് മുൻപ് തന്നെ 787 ഡ്രീം ലൈനർ വിമാനത്തിന്റെ സുരക്ഷാ പിഴവ് ചർച്ചയായിരുന്നു. എന്തായാലും ഈ ഒരു ദുരന്തത്തിന്റെ ഔദ്യോഗിക വിശദീകരണമൊന്നും പുറത്തു വന്നിട്ടില്ല. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് ദിവസങ്ങൾക്ക് മുൻപ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് എയർ ഇന്ത്യയെ DGCയെ താക്കീത് ചെയ്ത സർക്കാർ രേഖ പുറത്തു വന്നിരുന്നു. അതായത് സുരക്ഷാ പരിശോധന പൂർത്തിയാക്കാത്ത 3 എയർബസ് വിമാനങ്ങൾ പറത്തിയതിനാണ് താക്കീത് ലഭിച്ചിരുന്നത്. ദുരന്തത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന്റെ എമർജൻസി പവർ ജനറേറ്റർ പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഈ ഒരു വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ ബോയിങ് 787 വിമാനങ്ങളുടെ സർവീസ് നിയന്ത്രിക്കാനുള്ള നടപടികളൊന്നും ഫെഡറേഷൻ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന് സ്വീകരിച്ചിട്ടില്ല. അത്തരം കടുത്ത നടപടികളിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ FIAയുടെ കൈവശം ഇതുപോലെ ലഭിച്ചിട്ടില്ല എന്ന് സിംപ്ലിഫയിങ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അഹമ്മദാബാദിൽ തകർന്നു വീണ ബോയിങ് വിമാനത്തിന്റെ ഒരു എഞ്ചിൻ മാറ്റി പുതിയത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എയർ ഇന്ത്യ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്. 2025 മാർച്ചിലായിരുന്നു വിമാനത്തിന്റെ വലതുവശത്തെ എഞ്ചിൻ മാറ്റിവെച്ചത്. ഇടതുവശത്തെ എഞ്ചിന്റെ പ്രവർത്തനം തൃപ്തികരമാണെന്ന് ഏപ്രിൽ മാസത്തിൽ തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിരുന്നുവെന്നും എയർ ഇന്ത്യ മാനേജിംഗ് ഡയറക്ടറായ ക്യാമ്പൽ വിൽസൺ അറിയിച്ചു. വിമാനം കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ചിരുന്നതായും അദ്ദേഹം ഈ ഒരു ഉപഭോക്താക്കൾക്ക് അയച്ച തുറന്ന കത്തിൽ വിശദീകരിച്ചിരുന്നു. വിമാനത്തിന്റെ പ്രവർത്തനത്തെ പറ്റിയുള്ള സമ്പൂർണ്ണ പരിശോധന 2023 ജൂണിലാണ് അവസാനം നടത്തിയത്. അടുത്ത ഘട്ടം പരിശോധന ഡിസംബറിൽ നടക്കാനിരിക്കുകയായിരുന്നു എന്നും കത്തിൽ പറയുന്നുണ്ട്. പറന്നുയരുന്നതിന് മുൻപ് വിമാനത്തിലോ അതിന്റെ എഞ്ചിനുകളിലോ യാതൊരു സാങ്കേതിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നും അതിലെ പൈലറ്റുമാർ പരിചയസമ്പന്നമായിരുന്നു എന്നാണ് അദ്ദേഹം വിശദീകരിച്ചിരുന്നത്.
അപകടത്തിന് കാരണം വിമാനത്തിന്റെ 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമായതുകൊണ്ടാണ് എന്നുള്ള വാദം നിലനിൽക്കുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഉപഭോക്താക്കൾക്ക് തുറന്നു കത്തുമായിട്ട് എയർ ഇന്ത്യ രംഗത്ത് വന്നത്. യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ 242 പേരുമായിട്ട് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് 787 വിമാനം മിനിറ്റുകൾക്കുള്ളിൽ അഹമ്മദാബാദ് മേഘാനി നഗറിൽ തകർന്നു വീഴുകയായിരുന്നു. വിമാനത്തിലെ ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ വിശ്വാസ് കുമാർ ഒഴികെ മറ്റെല്ലാവരും കൊല്ലപ്പെട്ടു. വിമാനം തകർന്നു വീണ കെട്ടിടത്തിലുണ്ടായിരുന്ന ആളുകളും അപകടത്തിൽ മരിച്ചു. ആകെ 274 പേരാണ് മരിച്ചത്. ഇതിൽ 211 മൃതദേഹങ്ങളാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്. അതുപോലെ തന്നെ അഹമ്മദാബാദിലെ ഈ ഒരു വിമാന ദുരന്തത്തിന് കാരണം പൈലറ്റിന്റെ സീറ്റ് തകരാറിലായതുകൊണ്ടാണെന്നുള്ള സൂചനയും പുറത്തു വരുന്നുണ്ട്. ഈ അന്വേഷണ റിപ്പോർട്ടിലാണ് ഈ ഒരു നിഗമനമാണെന്നുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത്. അതായത് പിന്നോട്ട് ചായുന്ന ഈ ഒരു സീറ്റിന്റെ ലോക്കിംഗ് മെക്കാനിസം തകരാറിലായിരുന്നു. പറന്നുയരുന്നതിനിടെ പൈലറ്റിന്റെ സീറ്റ് പെട്ടെന്ന് പിന്നിലേക്ക് തെന്നി മാറി. ഈ ഒരു സമയം അദ്ദേഹത്തിന്റെ കൈകൾ അബദ്ധവശാൽ എഞ്ചിൻ പവർ ഔട്ട്പുട്ടുമായിട്ട് ബന്ധപ്പെട്ട ത്രോട്ടിൽ ലിവറിൽ തട്ടി. തുടർന്ന് ഉയരാനാകാതെ വിമാനം തകർന്നു വീഴുകയായിരുന്നു. നിയന്ത്രണം ഏറ്റെടുക്കാൻ സഹ പൈലറ്റ് ശ്രമിച്ചെങ്കിലും പൈലറ്റ് ചാരിയിരുന്ന നിലയിലായതിനാൽ അത് സാധിച്ചില്ല. അന്തിമ റിപ്പോർട്ട് തയ്യാറാകുമ്പോൾ സമഗ്ര ചിത്രം തെളിയുമെന്നാണ് പറയുന്നത്.